പ്രിയപ്പെട്ടവരെ, ലോകരക്ഷകനായ യേശുവിനെ കാണുവാൻ വേണ്ടി കാത്തിരുന്ന് അവസാനം രക്ഷകനെ കണ്ടപ്പോൾ ശിമിയോൻ പറഞ്ഞ വാക്കുകളാണിവ. ക്രിസ്മസ് സ്വർഗം ഭൂമിയെ സ്പർശിച്ച ദിവസം, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യവംശത്തിന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ഏകജാതനെ സമ്മാനമായി നൽകിയ ദിനം. ക്രിസ്മസിന് വേണ്ടി നമ്മൾ പല വിധത്തിൽ ഒരുങ്ങിയാണല്ലോ. പള്ളിയിൽ പോകുന്നു, നോമ്പെടുക്കുന്നു, പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുന്നു, പുൽക്കൂടൊരുക്കുന്നു. ഇതിന്റെ എല്ലാം അവസാനം ക്രിസ്മസ് രാത്രിയിൽ ശിമിയോൻ പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ സാധിക്കുമോ എന്നതാണ് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകേണ്ടത്. സകല ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിനെ കാണുവാൻ തക്കവിധം നമ്മുടെ ജീവിതം നിർമ്മലമാണ്. നമ്മുടെ സംസാരവും പ്രവൃത്തിയും സാന്നിധ്യവും മറ്റുള്ളവർക്ക് അനുഗ്രഹവും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന സമ്മാനവുമായി മാറുമ്പോഴാണ് ക്രിസ്മസിന് പുതിയൊരു ആത്മീയ മിഴിവ് ഉണ്ടാകുന്നത്. അപ്പോൾ ക്രിസ്മസ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു ഉത്സവമായി മാറും. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്കുള്ള ഉദാത്ത സമ്മാനമായി നാം മാറ്റുമ്പോൾ നമ്മുടെ ഹൃദയം പുൽക്കൂടായി മാറും. ആ ഹൃദയത്തിന് മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാകും. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് നമുക്ക് ഒരു പുത്തൻ അനുഭവമാകണം. എല്ലാവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു.